ഈ ഡീനിൻ്റെ ആദ്യം മുതലേ ഉള്ള ഒരു പ്രതികരണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് മനസ്സാക്ഷി എന്നുള്ളത് ഇല്ല എന്നുള്ളത്. ഇതിലെ മുഖ്യപ്രതിയും ഡീൻ നാരായണൻ തന്നെയാണ്. ഇതുവരെയും ഡീനിനെ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ശ്രീ CP ജോൺ സർ ഈ ഡീനിനെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ സെക്യൂരിറ്റി പണി എൻ്റേതല്ല എന്ന് പറഞ്ഞ ഡീനിനോട് ചോദിക്കാൻ തന്നെയാണ്, എന്താണ് സെക്യൂരിറ്റി പണിയെന്ന് ചോദിക്കാൻ തന്നെയാണ് ശ്രീ CP ജോൺ സാർ അങ്ങോട്ട് പോകുന്നത്. അത് ഏറ്റവും ഒരു കേരളത്തിലെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും ഒരു വികാരമുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരു കുട്ടിയെ കോളേജിലേക്ക് വിടുമ്പോൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഡീനിനെ പോലെയുള്ള അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ പോലെയുള്ളവർ ആ കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ് എന്നുള്ളൊരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഡീൻ്റെ ചോദ്യം, ഞാൻ സെക്യൂരിറ്റി ഗാർഡാണോ എന്ന് ചോദിച്ചതിൻ്റെ ആ ചോദ്യത്തിന് നേരിട്ട് തന്നെ ശ്രീ CP ജോൺ പോകുന്നു. ചോദിക്കട്ടെ, അവിടെ ആ ഒരു കാര്യം നേരിട്ട് തന്നെ പോകുന്നു, ചോദിക്കട്ടെ. അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരിടും. കുട്ടികൾ സ്വപ്നം കാണേണ്ട ഒരു കാലമാണ്. ഏറ്റവും മധുര സ്മരണകൾ ഉണ്ടാകേണ്ട കാലമാണ് കോളേജ് കാലഘട്ടവും ക്യാമ്പസ് ജീവിതവും. പക്ഷേ ഈ SFIയുടെ ഈ ഒരു കിരാതമായ വാഴ്ച കൊണ്ട് ഒരു മനുഷ്യത്വപരമല്ലാത്ത ഇടിമുറികളൊക്കെയാണ് ഇപ്പോൾ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഈ അമ്മമാർ വളരെയധികം വ്യാകുലതരാണ്. എങ്ങനെയാണ് സ്വന്തം മക്കളെ, നൊന്തുപെറ്റ മക്കളെ ഇങ്ങനെ SFIയുടെ ഇടിക്കും, SFIയുടെ കൊലപാതകത്തിന് വരെ മടിയില്ല എന്നുള്ളതാണ് നമുക്ക് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ നിന്നും മനസ്സിലായത്. ആന്തരിക അവയവങ്ങൾ പോലും നശിപ്പിക്കപ്പെട്ട സാഹചര്യം, അതേപോലെ തന്നെ ആ മരിക്കുന്നതിന് മുമ്പ് ഒരു വെള്ളം പോലും കൊടുത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. എത്ര ക്രൂരമായിട്ടാണ് ആ SFIക്കാർ സിദ്ധാർത്ഥന് നേരിട്ടത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഒരു വാക്ക് പറയുവാനോ അത് അപലപിക്കാനോ ഈ മാതാപിതാക്കളെ ഒന്ന് ചെന്ന് കാണാനോ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വ്യക്തമാണ്, കേരളത്തിലെ അമ്മമാർക്ക് പ്രത്യേകിച്ച് വ്യക്തമാണ് ഇവിടെ ഒരു സംരക്ഷണത്തിൻ്റെ കവചം കേരളത്തിലെ കുട്ടികൾക്ക്, പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കല്ല, ക്രിമിനലുകളായ SFIക്കാർക്കാണ് സംരക്ഷണത്തിൻ്റെ കവചം ഈ ഗവൺമെൻറ്, ഈ സർക്കാരും ഈ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും പോലീസും ഒക്കെ ഒരുക്കുന്നു എന്നുള്ളത്. ഇതിനെതിരെയുള്ള ശക്തമായ അലയൊടികൾ ഓരോ മനസ്സിലും, ഓരോ അമ്മമാരുടെ മനസ്സിലും തീർച്ചയായും ഉണ്ടാവും.